കുഴൽനാടൻ യാക്കോബായ സഭയുടെ യൂദാസ്. ഇത് ഞാൻ പറഞ്ഞതല്ല, സമൂഹ മാധ്യമങ്ങളിലെ യാക്കോബായ ഹാൻഡിലുകളിൽ പ്രചരിക്കുന്ന കുറിപ്പാണ്. മാത്യു കുഴൽനാടൻ MLA യാക്കോബായ സഭയോട് അത്യന്തം അടുത്ത ബന്ധം പുലർത്തുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. സഭയുടെ ഭാവി യുവാക്കളിലാണെന്ന തരത്തിലുള്ള പ്രേരണാത്മകമായ സന്ദേശങ്ങൾ വരെ നൽകുന്ന ഈ നേതാവിന് മറ്റൊരു മുഖം കൂടിയുണ്ടെന്നാണ് കുറിപ്പിൽ പറയുന്നത്. മൂവാറ്റുപുഴ, കോതമംഗലം, മഴുവന്നൂർ, പുലിന്താനം, മുടവൂർ, ഒടക്കാലി തുടങ്ങിയ പ്രദേശങ്ങളിൽ യാക്കോബായ സുറിയാനി സഭയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും തമ്മിലുള്ള പള്ളി ഭരണാവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പല കേസുകൾ പല കോടതികളിലായി നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ പ്രാദേശികമായി ഇത്ര തീവ്രമായ ഒരു വിഷയത്തിൽ മാത്യു കുഴൽനാടൻ ഏതു പക്ഷത്തായിരുന്നു? സഭയുടെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും ഐക്യത്തെ പറ്റി വാതോരാതെ സംസാരിക്കുന്ന കുഴൽനാടൻ വക്കീൽ പക്ഷെ ഈ കേസിൽ ഓർത്തഡോക്സ് സഭയ്ക്കൊപ്പമായിരുന്നുവെന്നാണ് കുറിപ്പിൽ ആരോപിക്കുന്നത്. കുഴൽനാടൻ വക്കീലും അദ്ദേഹത്തിന്റെ വക്കീൽ ഓഫീസ് KMNP അസോസിയേറ്റ്സിന് വേണ്ടി അഡ്വക്കേറ്റ് കുര്യാക്കോസ് വർഗീസും കോടതിയിൽ പോയത് അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയ യാക്കോബായ സഭയ്ക്ക് വേണ്ടിയായിരുന്നില്ല. അതിൽ ചോദ്യങ്ങൾ പലതാണ്. ഇത്ര തീവ്രമായൊരു കേസിൽ സ്വന്തം സഭയ്ക്കൊപ്പം നിൽക്കാതെ ഒറ്റുകാരനായി മാത്യു കുഴൽനാടൻ പ്രവർത്തിക്കുന്നതിന് പിന്നിലുള്ള ഗൂഢുദ്ദേശം എന്താണ്? സഭകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ആട്ടിൻ തോലിട്ട ചെന്നായിയെ പോലെ ചോര കുടിക്കുന്നത് ആരൊക്കെയാണ്? ജനിച്ച സഭയെ, അതായത് യാക്കോബായ സഭയെ ഒറ്റുകൊടുത്തവനാണ് കുഴൽനാടൻ. യാക്കോബായ സഭയ്ക്ക് നഷ്ടമായ പള്ളികൾ എതിർവിഭാഗത്തിന് പിടിച്ചു നൽകാൻ സുപ്രീം കോടതിയിൽ ഓർത്തഡോക്സ് സഭയ്ക്കായി വാദിച്ചത് കുഴൽനാടന്റെ വക്കീൽ സ്ഥാപനം KMNP ലോ അസോസിയേറ്റ്സ് ആണ്. ഓർത്തഡോക്സ് വിഭാഗത്തിനായി ഹാജരായ അഡ്വക്കേറ്റ് കുര്യാക്കോസ് വർഗീസ് കുഴൽനാടൻ പാർട്ട്ണറായ ലോ ഫേമിന്റെ മാനേജിംഗ് പാർട്ട്ണറാണ്. എല്ലാത്തിനും രേഖയില്ല വെട്ടിപ്പൊട്ടിക്കുന്ന കുഴൽനാടന് ഇതോടൊപ്പമുള്ള രേഖകൾക്ക് മറുപടി ഉണ്ടോ എന്നാണ് ആ കുറിപ്പിലെ വെല്ലുവിളി. നമ്മുടെ പള്ളി നഷ്ടപ്പെടുത്തിയ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിയാണ് കുഴൽനാടനെന്നും കുറിപ്പിൽ പറയുന്നു.